ഇന്ന് നമ്മളൊരു ചെറിയ ഉച്ചയൂണ് തയ്യാറാക്കാൻ പോവാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. അപ്പുറത്തൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ഇലഞ്ഞാണ് കടുകിട്ടു. ഈ ചട്ടിയിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ടു. ഇനി ഈ കടുക് പൊട്ടിയപ്പോൾ ഈ ചട്ടിയിലോട്ട് നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി ഇതരച്ച് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആ അരപ്പ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടു. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അരപ്പൊന്ന് വെന്ത് കിട്ടുന്നത് വരെയും വെക്കാം. അരപ്പൊന്ന് വെന്തു. അതിൻ്റെ തൊട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കുനാന്നരിഞ്ഞ കാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അരിഞ്ഞ കൊത്തി കൊത്തി അരിഞ്ഞ കാബേജാണ് കേട്ടോ. കാബേജ് എത്രത്തോളം ചെറുതാകുന്നു അത്രയ്ക്ക് ടേസ്റ്റാണ്. കാബേജ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി പറയാം. നമ്മളതൊന്ന് തട്ടിപ്പൊത്തി വെച്ചു. ഇനി നമുക്കിവിടെ കടുക് പൊട്ടി ഉലുവ പൊട്ടി അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ചെറിയുള്ളി ചേർത്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴലുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾ പൊടിയാണ്. ഞാൻ മുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയൊക്കെയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ അളവിനനുസരിച്ചുള്ള മുളക് പൊടി എടുത്താൽ മതി, എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പം ഇത് ഉപ്പും പുളിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഉപ്പും പുളിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ കാബേജ് റെഡിയായി. ഈ കാബേജ് ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി കേട്ടോ. കാബേജ് അധികം വെന്ത് പോയാൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അധികം വേവാതെ ഒന്ന് ആവി വന്ന് കഴിയുമ്പോൾ അത് നമ്മൾ ആദ്യം അരപ്പ് മൂപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒന്ന് ആവി വന്നാൽ നമുക്ക് കാബേജ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കാബേജ് റെഡി ആയിട്ടുണ്ട്. കാബേജ് നമുക്ക് നമ്മുടെ വേറൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് മീൻകറിക്കകത്ത്. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളുടെ വീട്ടിലാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ആൻറ്റി നമുക്ക് മീൻ വൈകിട്ട് നമുക്ക് കപ്പ വേവിക്കാം, അതിന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ കാബേജ് റെഡിയായി. ഞാനത് മാറ്റി സെർവിങ് ബൗളിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ മീൻ കറിയാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചു. ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെന്താ തല മാത്രമുള്ള മീനോ എന്ന് വിചാരിക്കരുത്. ഇങ്ങനെ ഇതിൻ്റെ വാല് കഷ്ണം എല്ലാം വറക്കാനായിട്ട് മുറിച്ച് വെച്ചേക്കുകയാണ്. നമ്മുടെ തലയും നടുക്കഷ്ണമൊക്കെ ഉള്ളു ഇത്. അപ്പോൾ ഇത് നമ്മൾ മീൻ വറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. അതിലെല്ലാം അരപ്പിലൊന്ന് നന്നായിട്ട് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തവിയിട്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. സ്പൂണും തവിയൊന്നും ഇട്ടിങ്ങനെ ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മീൻകറി തിളയൊക്കെ വരുന്നുണ്ട്, നമുക്കത് അടച്ച് വെക്കാം. ഇനി അടുത്ത് ചട്ടി വെച്ചു, എണ്ണയൊഴിച്ചു, കടുകിട്ടു, കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിയപ്പം കറിവേപ്പില, ഇനി കുറച്ച് ചെറിയുള്ളി ഇടിച്ചെടുത്തതാണ്, ചെറിയുള്ളി ചേർത്തു, പച്ചമുളക്, ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില, ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും, കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം, ലേശം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറിയ ഒരു മോരുകറിയാണ്, ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറി. എന്നാൽ നല്ല ടേസ്റ്റാണ് താനും കേട്ടോ. ഇതിന് തേങ്ങയൊന്നും അരയ്ക്കണ്ട, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതൊന്ന് തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ മീൻകറി എന്തായി എന്ന് നമുക്കൊന്ന് നോക്കാം. മീൻകറി എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാം. അതേ മീൻകറിക്ക് കുഴപ്പമൊന്നുമില്ല, എണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പം ഞാൻ അധികം അരപ്പ് വറ്റിയിട്ടില്ല എന്ന് തോന്നിയ മീനുകളിലോട്ട് ഇത്തിരി ചാറ് കോരി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതേണ്ടേ നമ്മുടെ വെള്ളവും തിളച്ചു. മീൻ നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കാം, ഒരു ഇത്തിരിയും കൂടെ ഒന്നായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. ഇതേ നല്ല കട്ടിയായിട്ടുള്ള മോര് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മോരിനകത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നല്ല കട്ടിയായിട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനാണെങ്കിൽ ജസ്റ്റ് ഒരു തിള വന്നാൽ മതി കേട്ടോ. അധികം മോര് അധികം ഇരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അപ്പം മോര് കറിയും റെഡിയായി. നമ്മുടെ മോര് കറിയും റെഡിയായി.
അപ്പോൾ കാബേജ് തോരനും നമ്മുടെ മോര് കറിയും റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ മീൻകറി എന്തായി എന്നൊന്ന് പോയി നോക്കാം. ദേ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് തിളയൊക്കെ വന്നു. മീൻകറി വാങ്ങി. അങ്ങനെ നമ്മുടെ കാബേജ് തോരനും മീൻകറിയും റെഡി. ഇനി നമുക്ക് മീൻ വറക്കാനുള്ള അരപ്പാണ്. മുളക് പൊടി, ഇച്ചിരി ഗരം മസാല, ഇച്ചിരി മഞ്ഞൾ പൊടി, ഉപ്പ്, ദേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ ഊണിനുള്ള കറികളൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ആരും മറക്കല്ല്. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം നമുക്ക്. ഇന്ന് കുറച്ച് നേരമായി കേട്ടോ. ഇനി നമുക്ക് എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചട്ടിയിലൊന്നും മീൻ പിടിക്കാതിരിക്കും. നോൺ സ്റ്റിക്ക് അല്ലാത്ത പാനിലൊക്കെ വെക്കുവാണെങ്കിൽ ഒട്ടും പിടിക്കില്ല നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ. അങ്ങനെ നമുക്ക് മീൻ വറക്കാൻ വെക്കാം. അപ്പം നമ്മുടെ അടിപൊളി ഉച്ചയൂണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഇതങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നമ്മൾക്ക് ഈ കാബേജ് അങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഊണ് റെഡി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.